പൈനാപ്പിൾ കൊനൂർ എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ഈ കൂടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. വീഡിയോ അവസാനം വരെ കണ്ടാൽ ഈ കൂട് വാങ്ങണമോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് വ്യക്തമായി തീരുമാനിക്കാൻ കഴിയും. നിങ്ങളുടെ പൈനാപ്പിൾ കൊനൂറിന് ഒരു നല്ല കൂട് വാങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആമസോണിൽ കാണുന്ന ഈ ഒരു കൂട് ശരിക്കും നല്ലതാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, വിലയ്ക്ക് യോജിച്ചതാണോ എന്നൊക്കെ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പൈനാപ്പിൾ കൊനൂർ കുഞ്ഞിൻ്റെ പേര് കുഞ്ഞി എന്നാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിക്ക് ഇപ്പോൾ 53 ദിവസമായി, 2 മാസം പ്രായം ആകാറായി. അപ്പോൾ കുഞ്ഞിയെ നമ്മളൊരു 30 ദിവസം പ്രായമുള്ളപ്പോഴാണ് ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. ആ സമയത്ത് ഞാൻ കുഞ്ഞിയെ ഇട്ടിരുന്നത് നമ്മൾ ഈ ഫിഷൊക്കെ ഇടുന്ന ഗ്ലാസ് ബൗളില്ലേ, ആ ഒരു ബൗളിനകത്ത്, ഒരു വലിയ ബൗളിനകത്താണ് ഞാൻ കുഞ്ഞിയെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുഞ്ഞിപ്പോൾ 53 ദിവസം പ്രായമായി, നല്ല നീളവും വലിപ്പവും വെച്ചു. ഇനി ഗ്ലാസ് ബൗളിനകത്ത് നമുക്ക് ഇടാൻ സാധിക്കത്തില്ല. അതുപോലെ അത് പറക്കാനുള്ളൊരു ടെൻഡൻസി ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനൊരു കൂട് വേണമല്ലോ. അങ്ങനെയാണ് ആമസോണിലെ ഈ ഒരു കൂടിന് ഞാൻ ഓർഡർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ നല്ലതായിരുന്നു. ഈ കൂട് നമ്മുടെ കയ്യിലെത്തുമ്പോൾ ഇങ്ങനത്തെ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 4 വശവും അവർ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലിപ്പാണ് വരുന്നത്. അത് നമുക്ക് തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവുമാണ് കേട്ടോ. അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തന്നെ ആ ഒരു ക്ലിപ്പിൽ പിടിച്ചിടാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു കൂടിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല ശക്തിയുള്ള മെറ്റൽ ഉപയോഗിച്ച് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ പെയിൻറ്റിങ് നല്ല ഫിനിഷിംഗ് ഉണ്ട്. കമ്പിക്കും അത്യാവശ്യം നല്ല ബലമുണ്ട്. എളുപ്പത്തിൽ വളയുകയോ ഒടിയുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു കൂടിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നീളം വന്നിട്ട് 61 cm ആണ്, വീതി 41 cm ആണ് വരുന്നത്, ഹൈറ്റ് 42 cm ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൈനാപ്പിൾ കൊനൂറിന് നന്നായിട്ട് അകത്ത് കുറച്ച് പറക്കാനും കളിക്കാനും നല്ല ഒരു ഫ്രീഡം ഈ ഒരു കൂടിനകത്ത് കിട്ടുന്നുണ്ട്. നമ്മളിവിടെ കുഞ്ഞിയെ എപ്പോഴും കൂട്ടിനകത്ത് ഇടാറില്ല കേട്ടോ. നമ്മൾ കൂടുതൽ സമയവും വെളിയിലാണ്, നമ്മുടെ ഒപ്പമാണ് അത് സ്പെൻഡ് ചെയ്യുന്നത്. കൂടുതൽ സമയം നമ്മൾ രാത്രിയിലൊക്കെയാണ് കൂടുതലും കൂട്ടിനകത്തേക്ക് ഇടുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു കൂടിനൊപ്പം കിട്ടിയിരിക്കുന്നതാണ് ഈ ഒരു ട്രേ. അതിൻ്റെ വേസ്റ്റൊക്കെ വന്ന് വീഴുന്ന ഭാഗമാണ് ഇത്. നമുക്ക് താഴത്തെ ട്രേ പുറത്തേക്ക് എളുപ്പത്തിൽ എടുക്കാനും വെക്കാനും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. അതുകൊണ്ട് ദിവസവും വൃത്തിയാക്കുന്നത് വളരെ എളുപ്പമായിരിക്കും. ട്രേ മാത്രമായിട്ട് വെക്കുന്നതിന് പകരം ട്രേയിൽ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദിവസവും നമുക്ക് ആ ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ കളഞ്ഞാൽ മതി. ട്രേ എപ്പോഴും കഴുകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് വെക്കാവുന്നതാണ് ഏറ്റവും നല്ലത്. തകിടാണ് വന്നേക്കുന്നത്. ക്വാളിറ്റി ഉണ്ട്. പ്ലാസ്റ്റിക് പോലെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഒരു ലോഹമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ 2 തടിയുടെ 2 കമ്പ്, ഉരുണ്ട കമ്പ് വന്നിട്ടുണ്ട്. അത് നമുക്ക് കിളികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. മിക്ക കൂടുകളിലും ഒന്നാണ് വരുന്നത്. ഇതിന് 2 കമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കൂടിനൊപ്പം കിട്ടുന്നത് 2 ബൗള് കിട്ടുന്നുണ്ട്. ഒന്നിൽ നമുക്ക് ഫുഡ് ഇട്ട് കൊടുക്കാനും ഒന്നിൽ വെള്ളം വെച്ച് കൊടുക്കാനും 2 ബൗളുണ്ട്. അത് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കൊനൂറിന് ആടി കളിക്കാനായിട്ട് 2 ഊഞ്ഞാലും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. അതും പ്ലാസ്റ്റിക് അല്ല, അത് ഇരുമ്പാണെന്ന് തോന്നുന്നു. അതിൽ മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അവർ. നല്ല ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ നമ്മൾ കൂടെല്ലാം സെറ്റ് ചെയ്ത് ഊഞ്ഞാലൊക്കെ തൂക്കിയിട്ടു. ആ 2 കമ്പൊക്കെ സ്റ്റാൻഡിൽ ഇങ്ങനെ കൊടുത്തു. പിന്നെ ഫുഡ് ഇട്ട് കൊടുക്കാനും വെള്ളം ഒഴിച്ചു കൊടുക്കാനും ഒക്കെ ആയിട്ടുള്ള ബൗളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. എല്ലാം സെറ്റ് ചെയ്ത ശേഷം നമ്മുടെ കൂട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാനിപ്പം ഇത് ആമസോണിൽ ഈ ഒരു ബ്ലാക്ക് കളറിനാണ് കൊടുത്തത്. ഇതിൻ്റെ തന്നെ ഒരു സ്കൈ ബ്ലൂ കളറും അവിടെ അവൈലബിൾ ആണ്. എല്ലാം സെറ്റ് ചെയ്തു. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു കൂട് കാണാനായിട്ട്. അത്യാവശ്യം നല്ല വലിപ്പവും ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡോറൊക്കെ ഒന്ന് നോക്കാം. ഇതിന് ഫ്രണ്ടിൽ 2 ഡോറാണ് കൊടുത്തേക്കുന്നത്. ഒരു കുഞ്ഞു ഡോറും ഉണ്ട്, ഒരു വലിയ ഡോറും ആണ് ഫ്രണ്ടിൽ വരുന്നത്. കുഞ്ഞു ഡോറിൽ നമുക്കിപ്പം കൊനൂറിനെ ഒന്ന് അത്യാവശ്യം കഷ്ടിച്ചെടുക്കാൻ പറ്റത്തേ ഉള്ളൂ. വലിയ ഡോറാകുമ്പം നല്ല സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഡോറ് വന്നിട്ട് ഫ്രണ്ടിൽ ഒന്ന് ഫുഡ് വെക്കുന്നതും ഒന്ന് വെള്ളം ഒഴിക്കുന്നതുമായിട്ടുള്ള 2 ട്രേ വെച്ചേക്കുന്ന സ്ഥലത്ത് 2 ഡോറ് വരുന്നുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് മുകളിലേക്ക് നീക്കാവുന്നതേ ഉള്ളൂ അത്. പിന്നെ നമുക്ക് താഴത്തെ ഭാഗത്തെ ട്രേ ആണ്, വേസ്റ്റ് വന്ന് വീഴുന്ന ഭാഗത്തെ ട്രേ ആണ്. ഇത് കുറച്ച് താഴ്ചയിൽ തന്നെയാണ് ഈ ഒരു ട്രേ വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊന്നൂറിൻ്റെ ദേഹത്ത് അങ്ങനെ വേസ്റ്റ് ഒന്നും പറ്റിപ്പിടിക്കത്തില്ല. പിന്നെ നമുക്ക് ഈ ഒരു കൂടിൻ്റെ സൈഡിലെ ഭാഗത്തായിട്ട് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിടാൻ പറ്റുന്ന ഒരു ഡോറാണ്.
അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കൂട് തന്നെയാണ് ആമസോണിൽ നിന്നും ഞാൻ വാങ്ങിയത്. ആദ്യം ഒരു കൂട് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ കൊടുത്തത് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഇത്ര ക്വാളിറ്റി ഇല്ലായിരുന്നു. താഴത്തെ ട്രേ വന്നിട്ട് പ്ലാസ്റ്റിക് ആയിരുന്നു. പിന്നെ കപ്പ് വന്നിട്ട് 2 എണ്ണം ഇല്ലായിരുന്നു, ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു കമ്പ് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഊഞ്ഞാലും ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനത് റിട്ടേൺ ചെയ്തു. അതിന് ശേഷമാണ് ആമസോണിൽ ഈ ഒരു കൂടിന് ഞാൻ ഓർഡർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കൂടിൻ്റെ പ്രൈസ് വന്നിട്ട് 1599 രൂപയാണ് കേട്ടോ. ഈ ഒരു പ്രൈസിന് എന്തുകൊണ്ടും ഈ ഒരു കൂട് എനിക്ക് ലാഭമായിട്ടാണ് തോന്നിയത്. നമ്മളിപ്പോൾ ഒരു ഷോപ്പിലാണ് പോയി ഈ ഒരു ഇത്രയും വലിപ്പമുള്ള ഒരു കൂട് വാങ്ങുന്നു എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു എമൗണ്ടിന് കിട്ടത്തില്ല. അപ്പോൾ ആമസോണിൽ ഈ ഒരു എമൗണ്ടിന് ഈ ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു കൂട് നല്ല ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത്രയും ദിവസം ആ ഒരു ഗ്ലാസ് ബൗളിലാണ് നമ്മൾ കുഞ്ഞെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ട് ഈ ഒരു കൂടിനകത്ത് കുഞ്ഞെ ഇട്ടപ്പോൾ ഫസ്റ്റ് കുഞ്ഞി ഒന്ന് ഫുൾ കൂടിനകമൊക്കെ ഒന്ന് നോക്കി കേട്ടോ, പരിചയമില്ലാത്തതുപോലെ ഒന്ന് നോക്കി. പിന്നെ അതിനുശേഷം നല്ല കംഫർട്ടായിട്ടാണ് കുഞ്ഞി ഇപ്പോൾ ഇരിക്കുന്നത്. കുഞ്ഞെ നമ്മൾ എപ്പോഴും ഈ ഒരു കൂടിനകത്ത് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കുഞ്ഞ് പകൽ സമയം ഫുള്ളും നമ്മുടെ ഒപ്പം തന്നെ ആയിരിക്കും. രാത്രിയിൽ ഉറങ്ങുന്ന ടൈമിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പുറത്തൊക്കെ പോകുന്ന ടൈമിലോ മാത്രമായിരിക്കും കുഞ്ഞ് കൂടിനകത്ത് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ കൊനൂറിന് ഒരു കൂട് മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ ആമസോണിലുള്ള ഈ ഒരു കൂട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഇട്ടേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്, ഞാൻ ഉത്തരം നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഇൻഫർമേഷനായിട്ടുള്ള വീഡിയോ നമ്മൾ ഇനിയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ കാണാം. ടാറ്റാ.